മന്ത്രി CP ജോണിന്റെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി കൊച്ചിയിലെ സ്ത്രീകൾ. പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾ ഇടിച്ചു കയറുന്നില്ലെന്നായിരുന്നു പലരുടെയും പ്രതികരണം. വരുമാനം ഇല്ലാതെയല്ല, സർക്കാർ അങ്ങനെ ഒരു ആനുകൂല്യം നമുക്ക് തരുമ്പോൾ അത് നമ്മൾ വാങ്ങിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വരുമാനം ഇല്ലാഞ്ഞിട്ടല്ല. ഈ ബസ് വരുമ്പോൾ നമ്മൾ സൗജന്യ ബസ്സിന് വേണ്ടി മാത്രം നോക്കി നിൽക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബസ് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഇടിച്ചു കയറലൊന്നുമില്ല. കിട്ടണ ബസ്സിന് പോരും. ബസ് നോക്കിക്കാം. ബസ് നോക്കിക്കോളും. പ്രിയദർശിനി മാത്രം നോക്കി ഇല്ല, അങ്ങനെ ഇല്ല. ഞാനിപ്പോൾ ഓൾറെഡി GH വരുന്നത് KSRTC-യിലാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ചെറായിന്ന് ഒരു ബസ് ഉണ്ട് ആ ടൈമിൽ 7 ആ ടൈമിലുള്ള ബസ്സിന് വരെ ഞങ്ങൾക്ക് നേരിട്ട് ഇവിടെ എത്താം. പക്ഷേ ഓൾറെഡി കുറേ പേര് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ജോലിക്കാരായാലും അത്യാവശ്യം സാലറി ഉള്ളവർ പണക്കാരായാലും പ്രിയദർശിനിയെ ആശ്രയിച്ച് തന്നെ പോകുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി സാധാരണക്കാരൊക്കെ പോകുന്നോട്ടെ. റിസ്ക്കാണ്, കാരണം ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പം ഞങ്ങനൊക്കെ ഇവിടെ ചേട്ടനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ശരിക്ക് ഈ ട്രാൻസ്പോർട്ടിൽ തന്നെ വരണം. ഫ്രീ വേണമെന്നില്ല, ഞങ്ങൾക്ക് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ പോലുള്ള കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നപ്പോൾ അത് കാരണമുണ്ട്. അപ്പോൾ സ്ത്രീകൾ കൂടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഭർത്താവായാലും മക്കളായാലും ആണുങ്ങൾ കയറാതിരിക്കില്ലല്ലോ. ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് വേണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ സ്ത്രീകളത് തീരുമാനിക്കണം. ഞങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്ത് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സൗജന്യ യാത്ര ആഗ്രഹിക്കണവരാണെങ്കിൽ വേണം, പൈസ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യട്ടെ. സ്ത്രീകൾ തന്നെ തീരുമാനിക്കണത്. അതിപ്പോൾ സർക്കാർ സ്കൂളിൽ ഉപയോഗിക്കുന്നവരുണ്ടല്ലാത്തവരുണ്ടല്ലോ. അത് സർക്കാരിൻ്റെ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം കിട്ടണം. ഞാനിപ്പോൾ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച ആളാണ്. എനിക്ക് ആ സർക്കാർ സ്കൂളിലെ വിദ്യാഭ്യാസം മോശമായിട്ട് ഇന്നുവരെയും തോന്നിയിട്ടില്ല.